അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ 41 വയസ്സുകാരന്റെ വിഷയങ്ങൾ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയട്ടെ. റസൂലുള്ളാഹിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തക്ബീർ വിളിച്ചതാരാ? സിദ്ദീഖുൽ അക്ബറോ, ഉമർ ഇബ്നുൽ ഖത്താബോ, ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ടവരോ, ലക്ഷക്കണക്കിന് സഹാബത്തോ? എന്താണ് അതിന്റെ ഊക്ക് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന്റെ കാക്ക പറക്കുന്നു, കോഴി പറക്കുന്നു, ആന പറക്കാത്തത് എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് എന്തുകൊണ്ട്? ഇതുപോലത്തെ ചോദ്യമാണ് ഇപ്പൊ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ നബി തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ തെക്ബീർ വിളിച്ചത് ആരെയെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തെക്ബീർ ജാഥ നടത്താറില്ല. അത് പെരുന്നാൾ രാവിലും അതുപോലെ റബീഉൽ അവ്വലിന്റെ ജാഥക്കൊക്കെയാണ് തെക്ബീർ ജാഥ ഞങ്ങൾ നടത്താറ്. മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തഹ്ലീൽ ചൊല്ലിയിട്ട് സമാധാനത്തോടെയാണ് പോകുക. അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇനി മൂപ്പര് കാര്യമായിട്ട് ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ കൊണ്ടുപോകുമ്പോൾ ആരാ തെക്ബീർ ചൊല്ലിയത്? അവിടെ തെഹ്ലീലാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ, നിങ്ങൾ തെക്ബീർ എന്നാ പറഞ്ഞത്, തെക്ബീർ നിങ്ങൾ നടത്താറില്ല. ഇനി തെഹ്ലീലാണ് എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ, എന്റെ പൊന്നാര മൗലവി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തായ അതേ സ്ഥലത്ത് തന്നെയാണ് നബി തങ്ങളെ മറമാടിയത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ ആരും കൊണ്ടുപോയിട്ടില്ല. ഇദ്ദേഹം വിചാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ സ്വഹാബത്തൊക്കെ കൂടിയിട്ട് ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടിയത് എന്ന് ഇദ്ദേഹം വിചാരിച്ചു കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഇപ്പോ നബി തങ്ങളെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആരാ തക്ബീർ ചൊല്ലിയത് എന്ന് ഇങ്ങനെ ഉച്ചത്തിൽ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണോ വഫാത്തായി കിടന്നത് അവിടെ തന്നെയാണ് മറമാടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് എവിടെ മറമാടണം എന്ന് സ്വഹാബത്ത് അഭിപ്രായ വ്യത്യാസത്തിലായപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബിതങ്ങളിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്. ഖബലല്ലാഹു നബിയൻ ഇല്ലാ ഫിൽ മൗളിഇ അല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീഹി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഏതൊരു നബിയും അവരെ മറമാടാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ് അവർ വഫാത്താകുക. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഫിനൂഹു ഫീ മൗളിഇ ഫിറാശിഹി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറയാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണോ വഫാത്തായി കിടന്നത് അവിടെ തന്നെ മറമാടണം എന്നാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അതേ മുറിയിൽ തന്നെയാണ്, ആ ഹുജറത്ത് ഷരീഫയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തത്. എന്നിട്ട് ഈ മൗലവി വലിയ വായിൽ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ കൊണ്ടുപോകുമ്പോൾ തെക്ബീർ ചൊല്ലിയിരുന്നോ എന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാക്ക പറക്കുന്നു, കോഴി പറക്കുന്നു, ആന പറക്കാത്തത് എന്തുകൊണ്ട്, എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് എന്തുകൊണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.